ശ്രീകുട്ടൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ശ്രീകുട്ടന് സ്കൂളിൽ പോയിട്ടാവാം ഇന്നത്തെ വ്ളോഗിംഗ് എന്ന് തീരുമാനിച്ചു കേട്ടോ. അവൻ്റെ ലഞ്ചും അതുപോലെ തന്നെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ഫുൾ ഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. വാരി കൊടുത്തിട്ടുണ്ടെങ്കിലേ കുറേ ഭക്ഷണം കഴിക്കും. അത് കാരണം ഇപ്പോൾ സ്ഥിരമായിട്ട് വാരി കൊടുക്കലാണ്. ഒരു കുറിയൊക്കെ തൊട്ട് കുറച്ച് ഐശ്വര്യത്തോടെ കൂടെ പോകുന്നതാണ് ഇഷ്ടം കേട്ടോ. അവൻ സ്കൂളിൽ പോയ കാലം തൊട്ടേ നമ്മുടെ മഞ്ഞക്കുറി സ്ഥിരമാണ്. പിന്നെ ഷൂ പോളിഷ് ചെയ്യലാണല്ലോ ഇവിടുത്തെ പ്രധാന വിഷയം. അത് കാരണം കൊണ്ട് തന്നെ ഷൂ പോളിഷ് ചെയ്യാനായിട്ട് പുതിയൊരു പോളിഷൊക്കെ മേടിച്ച് ഞങ്ങളിതാ സ്കൂളിൽ പോവാണ് കേട്ടോ. ശ്രീകുട്ടനും ഭാഗ്യനും സ്കൂളിലും കടയിലും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മാത്രം ലോകമാണ് കേട്ടോ. അവർ വരുന്നവരെ അവരെ കാത്തിരിക്കുക, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എല്ലാ അമ്മമാരെ പോലെയും ഞാനും. അങ്ങനെ മഞ്ഞണിഞ്ഞ വല്ലൂരിൻ്റെ പ്രഭാതത്തിലെ കുറച്ച് കാഴ്ചകളാവാം എന്ന് വിചാരിച്ചു. ഇനി നമ്മുടെ പൂവൊക്കെ ഇങ്ങനെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് വിരിച്ചു കൊടുത്താൽ മാത്രമാണ് ബാക്കിയുള്ള എതളുകൾ കൊഴിഞ്ഞു പോവാതെ സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് 1-2 ആഴ്ച ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുള്ളൂ കേട്ടോ. പിന്നിൽ നമ്മുടെ ചെട്ടുമല്ലി പാടം ഏകദേശം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊരവസ്ഥയിലായിട്ടുണ്ട്. എങ്കിലും അതുമേ നല്ല ഭംഗിയിൽ പൂവുണ്ടായി നിൽക്കുന്ന കാരണം കൊണ്ടേ പറിച്ച് കളയാനൊരു മടി. പിന്നെ 1-2 സൈസിലുള്ള താമരകളുണ്ട്. ഒരെണ്ണം വിരിയുമ്പോൾ ഒരെണ്ണം കേടാവും എന്നുള്ള രീതിയിൽ അങ്ങനെ അവയൊക്കെ വിരിച്ചു കൊടുത്തതാ നമ്മുടെ കാട് കാണാമെന്ന് വിചാരിച്ച് പിന്നിലേക്ക് ഇറങ്ങിയപ്പോഴേ എവിടെ കാട്, അവിടെ മഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യന് എന്നോട് കുറച്ച് ചീരല, അതായത് ചീര പറിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ചീര പറിക്കാൻ പോയാലോ? ഈ കാണുന്നത് മൊത്തം ചീരയല്ല, അതിൻ്റെ ഉള്ളിൽ പയറും കൂടി ഉണ്ട് കേട്ടോ. പക്ഷേ ചീരയും പയറും ഇടകലർന്ന് നിൽക്കുകയാണ്. നമ്മളിങ്ങനെ കെട്ടുകണക്കിനാക്കിയിട്ടാണ് കടയിൽ കൊണ്ട് വെക്കാറുള്ളത്. ഈ ചീര അതിൻ്റെ ഇടയിൽ വാഴയും കൂടി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറയാൻ മറന്നു. മാത്രമല്ല പച്ചമുളകും ഉണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊരു കൂട്ടുകൃഷിയാന്ന് തോന്നുന്നു ഭാഗ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആ വാഴയാണ് മെയിനായിട്ടുള്ള കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കിലാണ് ഈ കാഴ്ച. വാഴ വലുതാവുന്നതോടൊപ്പം തന്നെ പച്ചമുളക്, പിന്നെ അതിന് വളം എന്നോണാണ് നമ്മൾ പയർ വിതറി കൊടുക്കുന്നത് കേട്ടോ. പയറിൽ നമ്മുടെ റൈസോബിയം ബാക്ടീരിയാസ് നൈട്രജൻ ഉണ്ടാക്കാൻ അടിപൊളിയല്ലേ. അപ്പോൾ അത് നമ്മൾ ചെത്തിക്കൂട്ടി കടക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അതായത് ഇങ്ങനെ കുഴിയായിട്ട് വാരം കോരി അതിൻ്റെ ഉള്ളിൽ വാഴ വയ്ക്കും. പിന്നെ ചുറ്റും ഇടവിളകളായിട്ട് ഈ കൃഷികളൊക്കെ ചെയ്തു പോകും. അങ്ങനെ ചീരയൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടെ ഇതൊന്നും കാണില്ല കേട്ടോ. നമുക്ക് സങ്കടം തോന്നും. ഈ ചീരയൊക്കെ വെട്ടിക്കൂട്ടി നമ്മുടെ അതിൻ്റെ കടക്കിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് ഒരു മണ്ണിടുമ്പോഴേ എത്രയോ കാശിൻ്റെ ചീരകളാണ്. അല്ലെങ്കിൽ ഒരു ചീരത്തണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, അതും ഇത്രയും ഫ്രഷ് ആയത്. എന്നാലും നമുക്ക് നമ്മുടേതായ വഴികൾ സ്വീകരിച്ചല്ലേ പറ്റുള്ളൂ എന്ന് ഭാഗ്യം പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കും കേട്ടോ. അതിന് മുമ്പ് നമുക്ക് കിട്ടുന്നത് അത്രയും നമ്മളിങ്ങനെ കെട്ടുകെട്ടായിട്ട് കടകളിൽ കൊണ്ടുപോകും. കടകളിൽ എന്ന് പറയാനായിട്ട് നമ്മുടെ ഡോൺ ബോസ്കോയുടെ കടകളിലും ഡോൺ ബോസ്കോയുടെ അവിടെയുള്ള കടയ്ക്കും കൊണ്ടുപോകും. പിന്നെ നമ്മുടെ KMB വെജിറ്റബിളിലേക്കും കൊണ്ടുപോകും കേട്ടോ. ഹരിതയ്ക്കും അതുപോലെ തന്നെ KMBയിലേക്കാണ് മെയിനായിട്ട് കൊണ്ടുപോകാറുള്ളത്. അങ്ങനെ ഞാൻ ചീരയൊക്കെ അതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ നിൽക്കുന്ന ഭാഗ്യനെ അത് ഏൽപ്പിച്ചിട്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. അങ്ങനെ എൻ്റെ കാലത്തെ കുറച്ച് പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാഴ്ചകളാവാം. ഞാൻ അകത്ത് കയറിപ്പിക്കും ദാ കാട് കാണുന്ന രീതിയിലായിട്ടുണ്ട്. ഇന്ന് നമുക്ക് മീൻ മാർക്കറ്റ് വരെ പോകണം കേട്ടോ. നമ്മുടെ തൃശ്ശൂർ എത്ര കാലമായിട്ടും ഞാൻ മീൻ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടേ ഇല്ല. അവിടെ ഭയങ്കര തിരക്കാണ്. അതുപോലെ തന്നെ കാലത്ത് പോകുമ്പോൾ നല്ല രീതിയിലായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭാഗ്യൻ എപ്പോഴും എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് മീൻ മാർക്കറ്റിൽ പോവാണ് കേട്ടോ. ഭാഗ്യന് ചെറുതായിട്ടൊരു കുരുവൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കടയിലേക്ക് പോകാൻ ഇത്തിരി വൈകുന്നുണ്ട്. അപ്പോൾ ഭാഗ്യനും ഉണ്ടാവും എൻ്റെ കൂടെ കുറച്ച് നേരം. അപ്പോഴേക്കും ശാന്തമ്മയൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാസത്തിലൊരിക്കൽ ഞാൻ നമ്മുടെ വീട് ഫുള്ളായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ എൻ്റെ ഒപ്പം തന്നെ ശാന്തമ്മേനെ നിർത്തും കേട്ടോ. അപ്പോൾ നമുക്ക് കുളിച്ച് ഈ നൈറ്റ് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടേ നമ്മുടേതായ വേഷത്തിലേക്ക് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മുടെ ഹിമാലയയുടെ ഒരു സിറ കേട്ടോ. അപ്പോൾ അത് പുരട്ടിയിട്ടാണ് ദിവസം തുടങ്ങുന്നത്. അത് മാത്രമേ ഞാനിപ്പോൾ പുരട്ടാറുള്ളൂ കേട്ടോ. അടിപൊളിയാണ്. നമ്മുടെ മുഖത്തെ ആ ഒരു പാടും കാര്യങ്ങളും ഒക്കെ പോകാൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ടാവാം ഇനി മുന്നോട്ടുള്ള യാത്ര. ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റിന്റെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കുറേ നാളായി നിങ്ങൾ എന്നോട് ചോദിക്കുന്നു, ശ്രീയുടെ മുഖത്ത് പാടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ പോരുമെന്ന്. ഞാൻ അപ്പോൾ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇതുപോലെ തന്നെ മുഖത്ത് പാടുകളൊന്നും പോവാത്തതുണ്ടെന്നുണ്ടെങ്കിലേ, അല്ലെങ്കിൽ ഹോർമോണിന്റെ ചേഞ്ചസ് വരുന്നത് മൂലം ടാൻ അടിക്കുന്നത് മൂലമൊക്കെ നമുക്ക് ഒരുപാട് പിമ്പിൾസും ടാൻ ഇഷ്യൂസും ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ കഴിഞ്ഞ 6-7 മാസത്തിലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ഓരോ മാസവും ഇതുപോലെ തന്നെ നമ്മുടെ പീരീഡ്സ് കഴിഞ്ഞ് പോകുമ്പോൾ നല്ല രീതിക്കുള്ള പിമ്പിൾസ് വരും. അതിൻ്റെ ചിരകാല സ്മരണകൾ മുഖത്തുണ്ടായിരിക്കും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടാനൊക്കെ എപ്പോഴും നമ്മൾ ഡാൻസ് ചെയ്യുന്നതും ഞാൻ പുറത്ത് ഗാർഡനിങ്ങിനൊക്കെ പോകുന്നതൊക്കെ അല്ല. അപ്പോൾ ഔട്ട്ഡോറും ഇൻഡോറും ഒക്കെ ആയിട്ട് മാറി മാറി ഷൂട്ടുകൾ വരും. അതിൻ്റെ ഭാഗത്ത് നന്നായിട്ട് ടാനും വരും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറേ നാളുകളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സിറം.
നമുക്ക് ഡാർക്ക് സ്പോട്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആക്നെ സ്കാർ കൊണ്ടോ അല്ലെങ്കിൽ സൺ എക്സ്പോഷർ കൂടിയത് കൊണ്ടോ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടോ പിമ്പിൾസ് വരുന്നതിൻ്റെ കാരണമായിട്ടോ ഒക്കെ നമുക്ക് ഈ ഡാർക്ക് സ്പോട്ട് വരാറുണ്ട്. ഇത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇത് എക്സസീവായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ആ നാച്ചുറൽ ഗ്ലോ അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ നാച്ചുറൽ ഗ്ലോ നിലനിർത്താൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിൻ ഒരു ഇവൻ ടോൺ ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടും ആണ് നമ്മൾ ഈ ഹിമാലയയുടെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ, അതായത് ഈ സിറം യൂസ് ചെയ്യുന്നത്. ഹിമാലയയുടെ ഈ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സിറം ഉണ്ടല്ലോ, 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ആയിട്ടുള്ള ടർമറിക് ആണ്. 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നിയാസിനമൈഡും വരുന്നുണ്ട് കേട്ടോ. അതും ദി ബെസ്റ്റ് ഓഫ് നേച്ചർ ആയിട്ട്. നാച്ചുറലി നമ്മുടെ ഡാർക്ക് സ്പോട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിമാലയയുടെ സ്വാരസ ടർമറിക് യൂസ് ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ വിസിബിൾ ആയിട്ടുള്ള ഒരു ക്ലിയർ ആൻഡ് റേഡിയൻ സ്കിന്ന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ വണ്ടേഴ്സ് ഉണ്ടാക്കുന്നതാണ് അവർ പറയുന്നത്, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്ക്, വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഒരാഴ്ചയ്ക്കുള്ളിൽ കണ്ടു തുടങ്ങും കേട്ടോ. ഡാർക്ക് സ്പോട്ടൊക്കെ പെട്ടെന്ന് തന്നെ കുറയും. നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. സ്വാരസ കോൾഡ് കംപ്രസ്ഡ് എക്സ്ട്രാക്ഷൻ വഴിയാണ് ഈ ഒരു സിറം മെയ്ഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇറ്റ് ഹാസ് ബെസ്റ്റ് ഓഫ് സയൻസ് ആൻഡ് നേച്ചർ. ഗ്ലൈക്കോളിക് ആസിഡും നിയാസിനമൈഡും നമ്മുടെ ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാനും ആക്നിയൊക്കെ വരാതെ സൂക്ഷിച്ച് നമ്മുടെ സ്കിന്നിന് ഈവൻ ടോൺ ആയിട്ട് നിലനിർത്തുന്നുണ്ട് കേട്ടോ. ഇനി ഇത് 2-3 ഡ്രോപ്സ് നമ്മുടെ സിറം മുഖത്തും ഫേസിലും ഒക്കെ ഒരു 2 വട്ടം ദിവസത്തിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഡ്രോപ്പ് ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്യാൻ കൊടുക്കേണ്ടത്. അപ്വേർഡ് സർക്കുലർ മോഷനിൽ നമ്മൾ ജെന്റിലി ഈ സിറത്തിന് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക. നല്ല അടിപൊളി ഗ്ലോ ഉള്ളൊരു സ്കിന്ന് നമുക്ക് കിട്ടും. നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം കേട്ടോ. മാത്രമല്ല നമുക്ക് ഒരു വീക്കിനുള്ളിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഡാർക്ക് സ്പോട്ട് ഉള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. ഇന്ന് തന്നെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. നമ്മളൊരു പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ സ്റ്റക്ക് ഓൺ ചെയ്ത് നിൽക്കില്ലേ, അങ്ങനെ ഞാൻ സ്റ്റക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന കുറേ കാലങ്ങളായിട്ട് സ്റ്റക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്ത് നോക്ക് നല്ലതായിട്ടുള്ള മാറ്റം വരുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. ഇവൻ നമുക്ക് 1 വീക്കിനുള്ളിൽ വലിയ മാറ്റം കാണാൻ പറ്റും എന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. ഇതാണ് ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സിറം എന്ന് പറയുന്നത്. മഞ്ഞളൊക്കെ ഇട്ട് കുളിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നില്ലേ, ഇനിയിപ്പോൾ അത് കുപ്പിയിലാക്കി വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ സമയമില്ലായ്മയിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇതാണ് എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. മാത്രമല്ല നമുക്ക് ഇവരുടെ വെബ്സൈറ്റിലും ഇവരുടെ ആപ്പിലും അവൈലബിൾ ആണ് ഹിമാലയയുടെ. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ നമ്മുടെ കിച്ചണിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ തൃശ്ശൂർക്ക് പോകാം കേട്ടോ. ഇന്ന് കാലത്ത് ഈ തൃശ്ശൂർക്ക് പോകണം എന്നുള്ള ചിന്ത മനസ്സിലുള്ള കാരണം കൊണ്ടേ കാലത്തേക്കുള്ള എല്ലാ ഫുഡും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ശാന്തമ്മ വന്ന് ഒരുവിധം പരിപാടികളൊക്കെ മുകളിലത്തെ നിലയിലൊക്കെ അടിച്ചു വാരി തുടച്ച് വരുമ്പോഴേക്കും നമുക്ക് തിരിച്ചു വരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാനിവിടെ തന്നെ ശാന്തമ്മനാക്കിയിട്ട് പോകുന്നത് വളരെ അപൂർവമാണ്, കാരണം ശാന്തമ്മയ്ക്ക് ഇവിടെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തിയും അതുപോലെ തന്നെ വൈകുന്നേരം പരിപ്പും നമ്മുടെ ചക്കക്കുരും ഒക്കെ ഇട്ടിട്ടുള്ള കറി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയുടെ ഒപ്പം ഭാഗ്യന് മീൻ കറിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. മീൻ വറ്റിച്ചതൊക്കെ ആകുമ്പോഴേ 2-3 ദിവസം നല്ല ടേസ്റ്റോട് കൂടെ അച്ചാറിട്ട പോലെ അങ്ങോട്ട് ഇരിക്കും. ഭാഗ്യനാണെങ്കിൽ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നന്നായിട്ട് പൊന്തി വന്ന ചപ്പാത്തിയില്ലേ, കാണുന്നത് തന്നെ മനസ്സിന് എന്തോന്നും അറിയില്ല, വല്ലാത്ത സുഖമാണെന്ന്. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ശാന്തമ്മയ്ക്ക് ഒരു 3-4 ചപ്പാത്തി റെഡിയാക്കി വെച്ച് ആളാവശ്യമുള്ളത് കഴിച്ചോട്ടെ, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ പോവാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് കാലത്ത് നമ്മൾ കുടിക്കുന്ന ആ ജ്യൂസിനെ കുറിച്ച് ഞാൻ ഓർത്തത്. ഞാൻ പുതിയൊരു ബ്ലെൻഡർ ഉപയോഗിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും ചോദിച്ചു, ശ്രീ ഇത് സംഭവം അടിപൊളിയാണോ എന്ന് ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടായിരിക്കും. നമ്മുടെ ഗ്ലെന്നിൻ്റെ പ്രൊമോഷൻ പോയപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ ഗിഫ്റ്റായിട്ട് തന്നതാണ് ഈ ഒരു മൊത്തം സെറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ABC ജ്യൂസൊക്കെ പഠിച്ച് കുടിക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് വയറൊക്കെ വരുന്നുണ്ട്, തടി വയ്ക്കുന്നുണ്ട്, ഈ ഫൈബ്രോയിഡിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ള കാരണമുണ്ട്. അപ്പോൾ കാലത്ത് എനിക്ക് വെറും വയറ്റിൽ ഞാൻ ഈ ABC ജ്യൂസ് കുടിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബ്ലെൻഡർ അടിപൊളിയാണ്. നമ്മുടെ മിക്സി ഉണ്ടെങ്കിലും സൂപ്പറാണ്. മിക്സിയുടെ ആ ഗുണങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ധർമ്മങ്ങളൊക്കെ തന്നെയാണ് ഇതും ചെയ്യുന്നുള്ളൂ കേട്ടോ. മൊത്തത്തിൽ 3 ജാറാണ് ഉള്ളത് കേട്ടോ. ഒരെണ്ണം നമ്മുടെ സാധാരണ കുഞ്ഞു ജാറ്, പിന്നെ ഇതൊരെണ്ണം ഡ്രൈ, വെറ്റ്, അതുപോലെ തന്നെ ബ്ലെൻഡിങ്, അങ്ങനെ 3 ഓപ്ഷനാണ് വരുന്നത്. അങ്ങനെ 3 ജാറുണ്ട് കേട്ടോ. ഒരെണ്ണത്തിന് 2 ബ്ലേഡേ ഉള്ളൂ, അപ്പുറത്തേന് 3 ബ്ലേഡ് ഉണ്ട്. ഇത് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള മസാലകളൊക്കെ പൊടിക്കാൻ വേണ്ടിയിട്ടും ഈ കാണുന്നത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് 4 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാലത്തെ നീട്ടിട്ട് ഒരു വട്ടം ABC ജ്യൂസൊക്കെ കുടിച്ചതാണ്. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, നെല്ലിക്ക ഇട്ടിട്ട് ആപ്പിളൊക്കെ ഇട്ടിട്ട് ഞാൻ
ആൾട്ടർനേറ്റീവായിട്ട് ആഴ്ചയിൽ 1-2 വട്ടം കുടിക്കുന്ന ഒരു ജ്യൂസ് ഉണ്ട്, അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതിന് എക്സ്ട്രാ അടപ്പ് വരുന്നത് ഇതാ ഇതുപോലെ മസാല നമുക്ക് സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും, പിന്നെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ എവിടേക്കെങ്കിലും ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കില്ലേ, സ്മൂത്തിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡാൻസ് ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു കണ്ടെയ്നർ നല്ലതാണ് കേട്ടോ. അത് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂർ ആയിട്ട് അവിടെ ഇരിക്കുകയും ചെയ്തോളും. അപ്പോൾ ഇതാണ് എൻ്റെ 3 ബ്ലെൻഡർ, 3 ജാറുള്ള ബ്ലെൻഡർ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എ ബി സി വേണ്ടടാ, നമുക്കിന്ന് ആപ്പിളും അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്കയും ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. ഈ നെല്ലിക്കൊന്നും ഡെയിലി ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നല്ലതല്ല. പിന്നെ നമ്മുടെ ഈ എന്താ പറയുക, കുമ്പളങ്ങ, അതുപോലെ തന്നെ ഇരുമ്പമ്പുളി, നമ്മുടെ പിലിമ്പില്ലി, അതൊക്കെ ഡെയിലി ജ്യൂസ് അടിച്ച് കുടിച്ചാൽ അടിപൊളിയാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ എനിക്ക് അതിനോടൊന്നും യോജിപ്പില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം, ഇവൻ ആടലോടകം തുളസി വെള്ളം പോലും ഡെയിലി കുടിക്കുന്നത് നല്ലതല്ല എന്നാണ് പറയുക. ആഴ്ചയിൽ 1-2 വട്ടോ അതുപോലെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഒരുപാട് എമൗണ്ടിലുള്ള ഈ മൈക്രോ ന്യൂട്രിയൻസും ഒന്നും നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ വേറെ അസുഖങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് നമ്മുടെ ഈ നെല്ലിക്കും അതുപോലെ തന്നെ ആപ്പിളും ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് കേട്ടോ. ഈ സ്മൂത്തീസും അതുപോലെ തന്നെ ഓട്സും ഒന്നും ഡെയിലി കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ സത്യാവസ്ഥ. പിന്നെ ഞാൻ കുറച്ച് ലോജിക്കായിട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നി അത് ശരിയായിരിക്കും. കാരണം ഇതൊന്നും എന്നും നമ്മൾ മാറി മാറി ഭക്ഷണങ്ങൾ കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നാറുണ്ട്. അങ്ങനെ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ജ്യൂസേ കിട്ടുള്ളൂ കേട്ടോ, അത് കാരണം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൽ. അപ്പോൾ നെല്ലിക്ക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് പ്രോഡക്റ്റുകളാണ്. ഇപ്പോൾ പുളിയുള്ളതായാലും നമ്മുടെ ചെറുനാരങ്ങ പോലും നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുന്നത് പൊട്ടയാണ്. പൊട്ടാന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂരിൽ നല്ലതല്ല. അപ്പോൾ അത് കാരണം കൊണ്ടേ എൻ്റെ അഭിപ്രായത്തിൽ അതൊന്നും ഡെയിലി എടുക്കണ്ട കേട്ടോ. പക്ഷേ ഇത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതുപോലെ ഇങ്ങനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറൊക്കെ കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ കുറച്ച് സ്മൂത്തായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മോഷൻ സിക്നസ് ഒന്നും ഇല്ലാണ്ട് മൂവ് ചെയ്തോളും. അപ്പോൾ ഇതൊക്കെ അതാണ് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാമായണം മുഴുവൻ വായിച്ചിട്ട് കഥ പറഞ്ഞില്ല എന്ന് പറയരുത്. രാമായണത്തിൻ്റെ നമ്മൾ ബ്ലെൻഡറിൽ അത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ബ്ലെൻഡർ, നമുക്ക് എന്തെങ്കിലും ജ്യൂസൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമത് നമ്മൾ എടുക്കാൻ പോണത് ഈ മസാല ഒക്കെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു കുഞ്ഞു ജാറാണ് കേട്ടോ. ബ്ലെൻഡറിൻ്റെ ഒരു ചെറിയ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മൾ ബെസ്റ്റ് ബേക്കേഴ്സിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന എൻ്റെ ഗരം മസാലയുടെ പാക്കറ്റാണ് 100 രൂപയുടെ. ഇതിലൊരുവിധം എല്ലാ സ്പൈസസും ഉണ്ടായിരിക്കും. നല്ല ടേസ്റ്റാണ് അത് ഇട്ടിട്ട് നമ്മൾ കറികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് പൊടിക്കണത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. നമ്മുടെ ഇവിടെ സ്റ്റോക്കാണ് കേട്ടോ ഈ വക സംഭവങ്ങളൊക്കെ. അതായത് ബ്ലെൻഡറല്ല, ഈ മസാലകളൊക്കെ. കാരണം നമുക്ക് ചേട്ടന്മാർക്കൊക്കെ ബൾക്കായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട കാരണം കൊണ്ട് അങ്ങനെ നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. എൻ്റെ ബ്ലെൻഡർ ഒരു സൈഡിലേക്ക് തിരിച്ച് പിടിച്ചാൽ മാത്രമാണ്, അതായത് എന്നിലേക്ക് ആകർഷണം ഉണ്ടെങ്കിൽ മാത്രമാണ് ആൾ നല്ല രീതിയിൽ പൊടിഞ്ഞു വരുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ചെരിച്ച് പിടിക്കുമ്പോഴേ അങ്ങനെ നമ്മുടെ മസാല, അതായത് ഡ്രൈ ആയിട്ടുള്ള മസാല പൊടിക്കാനുള്ള ജാറിൽ നമ്മളിത് ആ മസാലയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും പൊടിക്കാം. നമ്മളിപ്പോൾ മസാല മാത്രമല്ല വീട്ടിൽ പൊടിക്കാറുള്ളൂ, ഡ്രൈ ആയിട്ടുള്ളത്. അങ്ങനെ ഞാൻ വിചാരിച്ചു അത് നമ്മുടെ മസാല ബോക്സിൽ ഇട്ട് വയ്ക്കാന്ന്. എൻ്റെ മസാല ബോക്സിന് ഒരുപാട് ആരാധകരുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. 2 മൂടിയുള്ള കാരണം കൊണ്ട് തന്നെ മസാല ബോക്സ് സ്പില്ല് ചെയ്ത് പുറത്തേക്കും പോവില്ല. മാത്രമല്ല ഒരു മണം അപ്പുറത്തെ മണത്തിലേക്ക് ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ മഞ്ഞപ്പൊടി എടുക്കുമ്പോൾ മസാലയുടെ മണം വരിക ആ ഒരു രീതിയിലും ഇല്ല കേട്ടോ. 2 അടപ്പുള്ള കാരണം കൊണ്ടാണ് അത്ര അങ്ങനെ ആവുന്നത്. അതിൽ ഞാൻ നല്ല ഭംഗിയുള്ള ഒരു അമ്പലത്തിലൊക്കെ പൂജാരിമാർ യൂസ് ചെയ്യുന്ന സ്പൂണില്ലേ, അത് പറഞ്ഞ് മേടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് എൻ്റെ മസാല ബോക്സ്. നമ്മളിത് നമ്മുടെ APK തൃശ്ശൂർ ഒരു ഷോപ്പുണ്ട്, APK PAK എന്തോ ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് ഞാൻ മേടിച്ചതാണ്. നല്ലതാണ്. 600 രൂപയായിരുന്നു എൻ്റെ വില. അപ്പോൾ ഫൈനലി നമ്മുടെ വെറ്റായിട്ടുള്ള സംഭവങ്ങൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ജാർ ഉപയോഗിക്കുന്നത്. ഇതിൽ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. ഞാൻ വെറുതെ ഒരു പരീക്ഷണാർത്ഥം നട്ടു നോക്കിയതാണ്. അത് ഉണ്ടായി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്നപ്പോൾ നമ്മുടെ പുതിയ ബ്ലെൻഡറിൽ അങ്ങോട്ട് അടിച്ചെടുക്കാമെന്ന്. അങ്ങനെ ഇതുപോലെ പുതിയ ബ്ലെൻഡറിൽ നമ്മൾ അതും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം 3 ജാറിൻ്റെയും ഉപയോഗങ്ങൾ മനസ്സിലായല്ലോ. ഇത്രയൊക്കെയാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് മിക്സി ഉണ്ടെങ്കിൽ പിന്നെ ഇത് എന്തിനാണെന്നുള്ള ഒരു ചോദ്യം എൻ്റെ മുമ്പിൽ ഇപ്പോഴും അങ്ങോട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഹാൻഡിയാണ് വളരെ, നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അങ്ങനെ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു അൽത്തുകൊളുത്ത് പരിപാടി ഉണ്ടല്ലോ, ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കി വെക്കും. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫൈനലി തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മുടെ ബ്ലെൻഡർ അകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ജാറ് സാധനങ്ങളൊക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ട് എടുത്ത് വെക്കാം കേട്ടോ. ഇനി നാളെ കാലത്തല്ലേ ഇത് എടുക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഉപകരണങ്ങളും കുറേ നാൾ നിൽക്കും.
ബ്ലെൻഡർ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇരുന്ന് നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിന്നുള്ള ബസ്സുണ്ട് 9:15, അതിൽ തൃശ്ശൂർക്ക് പോവാം. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ തൃശ്ശൂർ എവിടെ എത്തിയിട്ടുള്ളതെന്ന്. ശക്തൻ്റെ തൊട്ടടുത്താണ് കേട്ടോ നമ്മുടെ മീൻ മാർക്കറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല സ്മെല്ലുണ്ടായിരുന്നു കയറുമ്പോൾ, കാരണം വേസ്റ്റൊക്കെ ആദ്യം തന്നെ അവർ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ഉള്ളിലോട്ട് പോകും തോറും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, മീനിൻ്റെ മണമായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടും എനിക്ക് തോന്നി കേട്ടോ. ആദ്യം തന്നെ ഉണക്കമീൻ കടയുടെ ഒരു കളക്ഷൻസാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു, വിവിധ തരം ഉണക്കമീനുകളുള്ള ഷോപ്പുകൾ. കുഞ്ഞനും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ. കുഞ്ഞനന്ന് സ്കൂളില്ലാത്ത കാരണം കൊണ്ട് മാമൻ ആളെയും കൂട്ടി പിടിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ എന്താ പറയുക, മീനിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ലടാ, നമുക്ക് മീൻ ഇഷ്ടമുള്ള കാരണം കൊണ്ടാണ് തോന്നുന്നു എൻ്റെ കണ്ണ് തള്ളി കേട്ടോ. അത്രയും വെറൈറ്റിയിൽ ഞാൻ ഇന്നേ വരെ കാണാത്ത വലുപ്പത്തിലുള്ള മീനുകളാണ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്, ജീവനുള്ളത് വരെ. പുലർച്ചെയും അതുപോലെ തന്നെ വൈകുന്നേരം 2 മണിക്ക് ശേഷമാണ് ഇവിടെ ഏറ്റവും അധികം തിരക്കുണ്ടാവുക അത്രേ. അപ്പോൾ പിന്നെ കിട്ടുന്നതൊക്കെ ഫ്രഷ് മീനാണോ എന്നൊക്കെ അറിയില്ല. ഇവിടുത്തെ മീനിൻ്റെ ഫ്രഷ് ആണോ അങ്ങനെ അതൊന്നും ഞാൻ കണക്കിലാക്കിയിട്ടില്ല. എനിക്ക് നാളെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെറൈറ്റി ഐറ്റംസ് വേണം. നമ്മുടെ ഇവിടെ ഇബ്രാഹിമിക്ക കൊണ്ടുവരുമ്പോൾ മിക്കതാണ് വെറൈറ്റികൾ ഉണ്ടാവാറില്ല. ഇവിടെ കണ്ടോ, ഇതുപോലത്തെ ലോബ്സ്റ്റർ, ഞണ്ട്, കക്ക, അങ്ങനെ ഒരുപാട് ജീവനുള്ളതും ഇല്ലാത്തതുമായ മീനുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബൾക്കായിട്ടൊക്കെ അതുപോലെ വൃത്തിയാക്കിയിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മീൻ മാർക്കറ്റ് അടിപൊളിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇത് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് വന്നത്. സ്രാവ് മുതൽ നമ്മൾ എന്നും കാണുന്ന മത്തി, ചാള വരെ അവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിലയുണ്ടായിരുന്നു. എനിക്കങ്ങനെ വില കുറവായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ കാണാമെന്ന് മാത്രം. ഈ കൊഴുവ വരെ അവർ കഴുകി വൃത്തിയാക്കി തരുന്നുണ്ട് കേട്ടോ. ഈ ചേട്ടനൊക്കെയാണ് മീൻ വൃത്തിയാക്കുന്ന ആൾക്കാർ. നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്തു. ഭാഗ്യം പറഞ്ഞത് ആ സമയത്തിൻ്റെ ആണെന്നാണ്. ആ സമയത്ത് അവർ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കും അത്രേ. പിന്നെ മീനുകളൊക്കെ ഇതുപോലെ തന്നെ മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. 1200-2000 രൂപയൊക്കെയാണ് നല്ല കഷ്ണം മീനുകളുടെ വില കേട്ടോ. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പോയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിക്കുന്ന ഫുഡുകൾക്കുള്ള സംഭവങ്ങൾ ഒരുപാട് വില കൊടുത്ത് മേടിക്കുന്നതിനോടൊക്കെ താല്പര്യമൊന്നുമില്ല. എന്നാൽ വില കൊടുക്കാത്ത ചീപ്പായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ മേടിക്കാറില്ല കേട്ടോ. ഇപ്പോൾ മാന്തളൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ, നങ്ക് എന്ന് പറയില്ലേ നിങ്ങളുടെ കടയൊക്കെ, നമ്മുടെ ഇവിടെ മാന്തൾ എന്ന് പറയാം. അപ്പോൾ ഭാഗ്യൻ കക്ക, കല്ലുമ്മക്കായ, ഈ ഐറ്റംസ് ഒക്കെ നോക്കി നടക്കാണ് കേട്ടോ. അതിനൊക്കെ വിലയുണ്ട്, കാരണം അതൊക്കെ കുറച്ച് ദൂരം താണ്ടി വരുന്നതല്ലേ. 400-500 രൂപയൊക്കെ വിലയുണ്ട്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ. ഗുരുവായൂർ വീടുള്ള ഒരു അന്യ സംസ്ഥാന ചേട്ടനാണ് ഈ ചേട്ടൻ. ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ കത്തി 2 മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നമ്മുടെ വീടിൻ്റെ ചുറ്റും പുല്ലൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് അരിവാൾ എന്ന് പറയും, അതായത് തുമ്പ് വളഞ്ഞിട്ടുള്ള ചെറിയൊരു കത്തി പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് മേടിച്ചായിരുന്നു. അപ്പോൾ ഭാഗ്യം അവിടെ പേനാക്കത്തിയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. സ്വന്തം കൈ മുറിക്കണ്ട, കത്തി മൂർച്ചയ്ക്ക് വെക്കുമ്പോൾ തീ പാളണ് കണ്ടോ, അതാണ് ഞാൻ അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. ഇതാണ് ഞാൻ മേടിച്ച അരിവാള്, ഇതാണ് ഞാൻ മേടിച്ച കത്തി. ചേട്ടൻ്റെ അനിയനോ ചേഷ്ടനോ ആണ് അപ്പുറത്തിരിക്കണത് അത്ര. അപ്പോൾ കുഞ്ഞൻ പുള്ളു നോക്കുകയാണ്. അങ്ങനെ നമ്മൾ മീനൊക്കെ മേടിച്ചു. മറ്റേ കക്ക മേടിച്ചിട്ടുണ്ട്, കക്ക. കാശ് കംപ്ലീറ്റ് വാരി വെതറാണ് ആള്. ഇനി എന്തിനു വേണ്ട മോനെ? വറ്റ വേണോ? വറ്റ വേണോ? വറ്റ വേണോ മോനെ? കൂടുതൽ 100 രൂപയുള്ളൂ. വറ്റ 240. എന്താ പറയണ്ടത്? തൂക്കാം 2900. 180 രൂപ അല്ലെങ്കിലോ. മീനൊക്കെ ഇങ്ങനെ വട്ടനെ അരിഞ്ഞ് വറുത്ത് കഴിക്കണമെന്ന് വലിയ ആഗ്രഹമായിട്ട് ഫീൽ ചെയ്തപ്പോഴാണ് കേട്ടോ വലിയ മീൻ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. സാൽമണാണ് അത്ര ഇരിക്കണ മീൻ. സാൽമൺ ജസ്റ്റ് നമ്മൾ 900 രൂപ മറ്റേ 100 ഗ്രാമിന് കൊടുത്ത് മേടിക്കുന്ന സാൽമൺ അല്ല അവർ ഉദ്ദേശിച്ചത്, വേറെ എന്തോ നാടൻ സാൽമൺ. അങ്ങനെ ഈ ചേട്ടൻ നമ്മുടെ ഈ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള മീൻ തയ്യാറാക്കി തരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കണ്ടോ, ഇതുപോലെ ആക്കി തന്നിട്ട് അതിങ്ങനെ വറുത്ത് കഴിക്കുക എന്നുള്ളത് എൻ്റെ കുറേ നാളത്തെ ഒരു സ്വപ്നമാണ്. മീറ്റ് ഐറ്റംസ് നമ്മുടെ വീട്ടിൽ വലിയ താല്പര്യം ഇല്ല, കഴിക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിലും മീൻ ഐറ്റത്തിനോട് അങ്ങനെയല്ല കേട്ടോ. എല്ലാവർക്കും വല്ലാത്തൊരു പ്രണയമാണ്. നമ്മുടെ എല്ലാ സംഭവങ്ങളും മേടിച്ചതാ നമ്മളും മടങ്ങുകയാണ്.
മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റില്ല, കവറിന്റെ കീഴിൽ. ഞങ്ങളപ്പോ അങ്ങനെ പോവാണ് കേട്ടോ. ചേട്ടാ ടാറ്റ. ആകാശപാത AC ഒക്കെയാണ്, അതിൻ്റെ ഉള്ളിൽ ലിഫ്റ്റൊക്കെ ഉണ്ടെന്ന് പറയണു. ഞാൻ ഇതേവരെ അതിൻ്റെ ഉള്ളിൽ കയറി. അന്ന് ആഴ്ചയിൽ 3 ദിവസം ഡാൻസ് ക്ലാസ്സിന് വേണ്ടിയിട്ട് തൃശ്ശൂർ പോകുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. എനിക്ക് ഇതുവരെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ആ ഒരു കംഫർട്ട് സോണിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരിക എന്ന് പറയില്ലേ, അതെനിക്ക് തീരെ പറ്റുന്നില്ല ഇപ്പോൾ കുറേ നാളായിട്ട്. തൃശ്ശൂർ ബാഗിനോട് പറയാം നമുക്ക് പച്ചക്കറി മേടിച്ചിട്ട് പോകാന്ന്. പച്ചക്കറിക്ക് ഭയങ്കര ക്ഷാമല്ലേ നമുക്ക്. എൻ്റെ ഒരു നോട്ടം മോനെ. ഞാൻ പച്ചക്കറി മാർക്കറ്റ് കണ്ടപ്പോഴാണ് അത് പറഞ്ഞത് കേട്ടോ. ചട്ടിക്കുട്ടിക്കലങ്ങളൊക്കെ കാണുമ്പോഴേക്ക് ഭയങ്കര സന്തോഷമാണ്. വാങ്ങാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു കുട്ടി ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ബെസ്റ്റ് ബേക്കേഴ്സിൽ പോകേണ്ട ആവശ്യമുണ്ടേ. അവിടെ നിന്നാണ് നമ്മൾ കടയിലേക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ മേടിക്കുക. അപ്പോൾ അവിടെ നിന്ന് പിടിയും കോഴിയും കുഞ്ഞിന് മേടിച്ചു കൊടുത്ത് അവിടെ ഭാഗ്യം കഴിച്ച് കുഞ്ഞിൻ്റെ പ്ലേറ്റിൽ നിന്ന് കുറച്ച് പിടിയും കോഴിയും ഞാനും കഴിയിട്ട് വാരി നമ്മൾ നേരെ ബെസ്റ്റ് ബേക്കേഴ്സിലേക്കാണ് പോകുന്നത് കേട്ടോ. ഭാഗ്യന് അത്ര വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പിടിയും കോഴിയും. എനിക്ക് ഉപ്പിൻ്റെ ഒരു കുറവ് പോലെ ഫീൽ ചെയ്തു, പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ പോകുന്നത് ബെസ്റ്റ് ബേക്കേഴ്സിലേക്കാണ്. നമ്മുടെ ഷോപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ്, അതായത് ഇവിടെ ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ്. അപ്പോൾ ഞാൻ അതോടൊപ്പം തന്നെയാണ് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് മേടിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് വില കുറവിൽ കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും മേടിക്കുക ബൾക്കായിട്ടാണല്ലോ. എനിക്ക് ഈ വിവിധ തരത്തിലുള്ള സോസുകളൊക്കെ ഒഴിച്ച് റൈസ് ഉണ്ടാക്കുന്നതും പിന്നെ പരീക്ഷണങ്ങളൊക്കെ വിജയിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായ കാരണമുണ്ട്. ലോകത്തിലില്ലാത്ത ഞാനിതുപോലെ കേട്ടിട്ട് പോലും ഇല്ലാത്ത സോസുകളുടെയൊക്കെ കളക്ഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ കുഞ്ഞിന് ഈ ഫ്രെയിംസ് ഒരുപാട് ഇഷ്ടമാണ്. അത് പല കളറിൽ ഇങ്ങനെ വലിയ ജാറുകളിലാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും നമ്മൾ മേടിച്ച് കുറച്ച് ശ്രീകുട്ടന് വേണ്ടിയിട്ടും കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശ്രീകുട്ടൻ കൊണ്ടുവരാത്ത നല്ല സങ്കടം കുഞ്ഞിനും എനിക്കും ഉണ്ടായിരുന്നു. കാരണം അവൻ ഈ വീഡിയോ കണ്ടാൽ ഞങ്ങൾ രണ്ടാളെയും കൊല്ലും. പിന്നെ കേക്ക് ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള എല്ലാം അവിടെ നിന്ന് കിട്ടും. അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ അൽത്തുകൊളുത്ത സാധനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസും ഇവിടെ കിട്ടും കേട്ടോ. വലിയ ബൾക്കായിട്ടുള്ള ഓർഡറിലും കിട്ടും. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ശ്രീകുട്ടൻ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം ദൂരമുള്ള കാരണം കൊണ്ട് ഞാൻ അങ്ങനെയാണ് വിശേഷിപ്പിക്കാറ്, ശ്രീകുട്ടൻ നാട്ടിലെത്തിയെന്ന്. അങ്ങനെ നമ്മൾ പുളിമിഠായി ഒക്കെ കഴിച്ചു. ഈ ഒരു പുളിമിഠായി ഭയങ്കര അഡിക്ഷനാണ് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് കേട്ടോ. പുളിമിഠായി ഒക്കെ കഴിച്ച് ഭാഗ്യനും കുറച്ച് കൊടുത്തത് ഭയങ്കര ഫ്ലേവേഴ്സിലും അവൈലബിൾ ആണ്. ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയില്ല. എൻ്റെ പോലെ തന്നെ നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇതുപോലെ കമ്മലൊക്കെ കഴിച്ച് ആദ്യം കയ്യിൽ പിടിക്കുന്ന ആൾക്കാരുണ്ടോ? എനിക്ക് കുറേ നേരം കമ്മലിട്ടാൽ തലവേദന എടുക്കും. ഇത് ബെഡ്ഷീറ്റാണ് കേട്ടോ. ഫിറ്റഡ് ബെഡ്ഷീറ്റുകൾ മാത്രമാണ് നമ്മുടെ വീട്ടിൽ കുറച്ച് എന്താ പറയുക കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ മിക്കതും നമ്മുടെ ഓൺലൈൻ വഴിയാണ് മേടിക്കുക. നമ്മുടെ ഇവിടുത്തെ ലോക്കൽ സ്റ്റോറുകളിൽ നിന്നൊന്നും എനിക്ക് ഫിറ്റഡ് ബെഡ്ഷീറ്റ് കിട്ടാറില്ല. അപ്പം ഞാൻ ഇന്നത് നമ്മുടെ മീഷോന്ന് മേടിച്ചതാണ്. 4 ഉണ്ടായിരുന്നു, 3 വന്നോളൂ. ഞാൻ നോക്കട്ടെ ഇനി എവിടെയെങ്കിലും ചിലപ്പോൾ കടയിലേക്കാണ് നമ്മുടെ ഓർഡറുകളൊക്കെ വരാറുള്ളത്. അപ്പോൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ബെഡ്റൂമിൻ്റെ ബെഡ്ഷീറ്റുകളൊക്കെ മാറ്റാൻ പോവാം. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലത്തെ ബെഡ് ഉണ്ടല്ലോ, അതാണ് പെട്ടെന്ന് അഴുക്കാവുക. അപ്പോൾ നമ്മൾ മിക്കതും 2-3 ദിവസം കൂടുമ്പോഴൊക്കെ മാറ്റിയിടാറാണ് പതിവ്. ഇവിടെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന റൂമിലത്തെ വലിയ പിന്നെ മുകളിലത്തെ രണ്ടിലത്തെ നമുക്ക് മാറ്റേണ്ടി വരാറില്ല. അച്ഛനും അമ്മയും ഏട്ടയും ചേച്ചിയൊക്കെ വരുമ്പോഴാണ് അത് മാറ്റാറുള്ളത്. അത് അവിടെ അങ്ങനെ കിടക്കലുള്ളൂ. ഞാൻ അങ്ങോട്ട് പോകുന്നതേ വളരെ അപൂർവമാണ്. അപ്പോൾ ഇവിടെ താഴത്തെ ഫ്ലോറാണ് നമ്മൾ കൂടുതലും എപ്പോഴും യൂസ് ചെയ്യുന്നത്. മുകളിലേക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് 2-3 മാസമൊക്കെ കൂടുമ്പോഴാണ് അതുകൊണ്ട് അങ്ങോട്ട് പോവുക. നമ്മുടെ ശാന്തമ്മ വരുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കിയിടുക. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്നും വൃത്തികേടാവേയില്ല. ബെഡ്ഷീറ്റ് ആയാലും നമ്മുടെ റൂമിൻ്റെ ഫ്ലോർ ആയാലും ഒന്നും വൃത്തികേടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. എനിക്ക് ഫിറ്റഡ് ബെഡ്ഷീറ്റ് ഭയങ്കര ഉപകാരപ്രദമാണ്. അപ്പോൾ നമുക്കിത് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടല്ലോ, ഇത് വെൽവെറ്റാ, ഭയങ്കര സോഫ്റ്റാ, ഇവിടെ വെൽവെറ്റ് എന്ന് പറഞ്ഞാൽ ശ്രീകുട്ടന് ഭയങ്കര ഇഷ്ടമാണ്. വില കൂടുതലുണ്ട് ഇതിന്, എന്നാലും കുറേ നാൾ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് മേടിച്ചത്. പിന്നെ നമുക്ക് കഴുകി എടുക്കാൻ ഇത്തിരി എളുപ്പമുണ്ട്. പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോയി കിട്ടും ചെയ്യും. കിടന്നുറങ്ങാനും ഭയങ്കര സോഫ്റ്റാണ്. നമ്മുടെ കംഫർട്ടബിളും നമ്മുടെ ആ ഒരു നമ്മൾ ഉറങ്ങുന്ന സമയം എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് എന്തുമാത്രം ഇഷ്ടമാണെന്ന് ഉറങ്ങാനായിട്ട്. സമയമില്ലാത്ത കാരണം ഉണ്ടാവും കേട്ടോ. 2-3 മണിക്കൂറൊക്കെ ഉറങ്ങുമ്പോൾ അതിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് കിടന്ന് ഉറങ്ങണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നമ്മൾ ഇവിടെ എഡിറ്റിംഗ് റൂമിൽ ഞാൻ കിടന്നുറങ്ങുന്ന ദിവസങ്ങളിൽ മാസ്റ്റർ ബെഡ്റൂമിൽ തേക്കാളും കൂടുതൽ സമയം ഞാൻ കിടന്നുറങ്ങുക നമ്മുടെ എഡിറ്റിംഗ് റൂമിലാണ്. അപ്പോൾ അതിൽ
ഒരു ബെഡ്ഷീറ്റ് കിടക്കുന്നുണ്ട്, നല്ല ഭംഗിയുള്ള ഒരു ബ്ലാങ്കറ്റ് കിടക്കുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് ഒന്ന് മേടിച്ചതാണ് 499 രൂപയ്ക്ക് ഓഫറിൽ വന്നിട്ടാണ് ടൈമിൽ മേടിച്ചത്. അതിനേക്കാളും വില ഉണ്ടായിരുന്നു അതിനിട്ടാ. അപ്പോൾ ശ്രീകുട്ടൻ ഓടി വന്നിട്ടുണ്ടെങ്കിൽ അതിലങ്ങോട്ട് കിടക്കും കുറച്ച് നേരം. എന്നിട്ട് അതിൽ കിടന്ന് ഇങ്ങനെ മറ്റേ നമ്മുടെ പോമറേനിയൻ പട്ടീനെ ഒഴിയുന്ന പോലെ വാ ഇതിപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് സന്തോഷം ഉണ്ടാവും കേട്ടോ. ആൾക്ക് ഈ ബെഡ്ഷീറ്റ് ബെഡ് ഇങ്ങനത്തെ വക സംഭവങ്ങളോടൊക്കെ ഭയങ്കര ഒരു ഇതാണ്. ഞാനിത് വിരിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ വേണ്ട. ഇത് നമ്മൾ മീഷോന്നാണ് മേടിച്ചത് കേട്ടോ. ബാക്കിയുള്ളതിൽ മീഷോന്നും ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വേണ്ട, ഇതാണ് ഒരെണ്ണം. ഫിറ്റഡ് തന്നെയാണ്. ഇതാ കണ്ട, ദേ ഫിറ്റഡ് തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ നല്ല വശം. ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ ഒരെണ്ണം ഇത്, പിന്നെ ഒരെണ്ണം ഇത് കാണുമ്പോൾ അമ്മി ചേച്ചി പറയും നീ എന്താ ഞങ്ങൾക്ക് മേടിക്കാണോ പേര് ചോദിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ തന്നെ ഈ വെൽവെറ്റ് ഐറ്റംസിനോടും ഈ ബെഡ്ഷീറ്റ് ഐറ്റംസിനോടൊക്കെ നമ്മൾക്ക് എന്താണെന്നറിയില്ല. നമ്മൾ പെണ്ണുങ്ങളല്ലേ എന്ന് പറഞ്ഞ് ഞാനതിനെ പെൺവൽക്കരിക്കണില്ല. പക്ഷെ എന്താ ഈ വക സംഭവങ്ങളോടൊക്കെ നമുക്ക് ഇത്തിരി അത് ചിലപ്പോൾ അവർക്കും ഉണ്ടായിരിക്കും അല്ലേ, ഈ മെൻസിൻ വിഭാഗങ്ങൾക്ക് ഉണ്ടായിരിക്കും അവർ എക്സ്പ്രസ് ചെയ്യാത്തത്. എനിക്ക് അറിഞ്ഞുകൂടാ എന്തോ എനിക്കതിന് ഉത്തരമില്ല. എനിക്കെന്തായാലും ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഭാഗ്യനെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഭാഗ്യന കിട്ടി കിടന്ന് ഉറങ്ങിയ ആ ഒരു മട്ട. അപ്പോൾ അതേ കണ്ട, അയ്യോ ഇത് സൂപ്പറാണ് കണ്ടോ. അയ്യോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് കളർ ഒരുപാട് ഇഷ്ടമായി. ഒരു നമ്മുടെ മയിലിൻ്റെ ഒക്കെ ഉള്ളിലത്തെ ആ വട്ടല്ലേ, അതിൻ്റെ ഉള്ളിലത്തെ കളർ, അതുമ്പോൾ വെള്ളപ്പൂക്കൾ വിരിച്ചിട്ട് നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇതിനൊരു എക്സ്ട്രാ പാക്കേജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേ കണ്ട, ഇങ്ങനെ ഒരു പാക്കിലാണ് ഇത് വന്ന് നോക്കുന്നത്. അപ്പോൾ ഇതും ഇത്തിരി ഡാർക്ക് കളറാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഡാർക്ക് കളർ ഞാൻ ഉദ്ദേശിച്ച് മേടിച്ചിട്ടുണ്ടാവും ശ്രീകുട്ടനെയും ഭാഗ്യനെയും ഉദ്ദേശിച്ചായിരിക്കും. കാരണം അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഭാഗ്യനൊക്കെ നന്നായിട്ട് ക്ഷീണിച്ച് വരുന്ന സമയത്ത് ഇപ്പോൾ വാഴയെന്ന് കയറി വരികയാണെന്നുണ്ടെങ്കിൽ ആൾ ആ ബെഡിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കിടക്കും. അവിടെ കിടന്നങ്ങനെ ഉറങ്ങിപ്പോകും. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, വളരെ ക്ഷീണിച്ചിട്ടല്ല വരുന്നത്. നമ്മളെ ദേഷ്യം കൊണ്ട് വിശർപ്പോട് കൂടിയിട്ടാണോ കിടക്കണമെന്നൊക്കെ ചോദിക്കാൻ എനിക്ക് തോന്നും. പക്ഷേ അത്രയും വയ്യാണ്ടായിട്ടാവും വരുന്നുണ്ടാവുക. അപ്പോൾ ശ്രീകുട്ടൻ പിന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ചുരുട്ടി കൂട്ടിയൊരു പരിപാടി വയ്ക്കും. പിന്നെ ഈ ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആകുമ്പോൾ അങ്ങനെ ചുരുട്ടി കൂടുന്ന ഒരു പരിപാടിയേ ഇല്ല കേട്ടോ. പിന്നെ അപ്പോൾ എന്നാലും അഴുക്കാവുന്നതും അവരുടെ തന്നെയാണേ. കണ്ട, നമ്മൾ പുറത്തൊന്നും പോകാത്ത ആൾക്കാരല്ലേ, അവർ പുറത്തൊക്കെ പോയി വരുന്ന ആൾക്കാരല്ലേ. അപ്പോൾ കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടാവും. ചേച്ചിമാർ പറഞ്ഞു നോക്കണത് അതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നാണ് എൻ്റെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറ്റമൊന്നും പറയണില്ല. അതെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്ഷീറ്റ്. 3 എണ്ണം തന്നെ ഉള്ളൂ കേട്ടോ. 4 എണ്ണം എനിക്ക് ചിലപ്പോൾ തെറ്റിയതായിരിക്കും. അത് ഫിറ്റഡ് അല്ല. ശ്രീകുട്ടനെ പുതയ്ക്കാനായിട്ട് കൊടുക്കാമെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അതെ, അതിൻ്റെ ബെഡ്ഷീറ്റ് തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇത് രണ്ടും ഫിറ്റഡാ. ബെഡ്ഷീറ്റുകൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളോടൊക്കെ കുറച്ചും കൂടി നമുക്ക് അടുപ്പം വരുന്നതേ നമ്മൾ ആ ഒരു ലോകവുമായിട്ട് കൂടുതൽ ഇണങ്ങുന്ന കാരണം കൊണ്ടാണ്. ഇപ്പം നമ്മൾ വേറെ ഒരു സ്പേസിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു സ്പേസുമായിട്ട് ഉപയോഗത്തിൽ വരുന്ന സാധനങ്ങളായിരിക്കും നമ്മൾക്ക് കുറച്ചും കൂടി ഇഷ്ടക്കൂടുതൽ ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ ഓഫീസ് ജോലികളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു നഴ്സിംഗ് പ്രൊഫഷണലായ കാരണം നഴ്സിങ്ങിൻ്റെ ഐറ്റംസൊക്കെ അങ്ങനെയായിരിക്കും. നമ്മളിപ്പോൾ ഈ ഒരു ലോകത്ത് നിൽക്കുന്ന കാരണം കൊണ്ടായിരിക്കും നമുക്ക് ഇതിനോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആദ്യത്തെ ഏറ്റവും ഭംഗിയുള്ള നമ്മുടെ ബെഡ്ഷീറ്റിനെ സ്ഥാപിക്കാൻ പോകുന്നത്. എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഈ ബെഡ്ഷീറ്റ് മാറിയിടുക എന്നുള്ളത് കേട്ടോ. ഇതിൻ്റെ ഇപ്രാവശ്യം വന്ന ബെഡ്ഷീറ്റ് ആണെങ്കിൽ കാണാൻ ഉഗ്രനായിരുന്നു. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ മേടിച്ചോളൂ കേട്ടോ. ഈ സെയിം ഐറ്റംസിന് ഒരു 900 രൂപയ്ക്കാൻ തോന്നുന്നു ഞാനിപ്പോൾ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എനിക്കത് നമ്മുടെ ഓഫർ സമയത്താണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ബിഗ് മില്യൺ സെയിലൊക്കെ നടക്കുന്ന ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ ബെഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു എക്സ്ട്രാ കവർ ഇടാറുണ്ട്. ഇത് കുഞ്ഞുവാവകളൊക്കെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് പോകാണ്ടിരിക്കാൻ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ബെഡ് കവറാണ് കേട്ടോ. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഡെയിലി കിടക്കുന്ന ഈ ബെഡ്ഷീറ്റ് ഇടാറുള്ളത്. അപ്പോൾ രണ്ടുണ്ട് കാര്യം. അതായത് ഒന്ന്, നമ്മുടെ ബെഡ് സ്പോയിലാവില്ല, ബെഡ്ഷീറ്റും സ്പോയിലാവില്ല. മൊത്തത്തിൽ നമുക്ക് എന്താ പറയുക, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബെഡ് കാലാകാലത്തോളം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്ഷീറ്റ് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. കൊറേ ദിവസമായി വന്നിട്ടാ. ഈ മാസം എപ്പോഴാ വരുന്നേ? വല്ലപ്പോഴൊക്കെ ഓടിച്ചാടി വരും ഞാൻ വിളിച്ചാലും. അത് വേറെ പണികൾക്കൊക്കെ വേറെ വീടുകളിലേക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ, ചേച്ചിമാരെ ഹെൽപ്പ് ചെയ്യാൻ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ പോകാനും പോവാം. വേറൊരു വീട്ടിൽ കല്യാണമായിരുന്നു. അപ്പൊ ആ ചേട്ടനെ അവിടുത്തെ ചേച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ പോയപ്പോ എൻ്റെ അടുത്തേക്ക് വരാൻ വൈകി. ശാന്തമ്മ വരുമ്പോഴാണ് ഞാൻ മൊത്തത്തിൽ ഒന്ന് ഡീപ് ക്ലീൻ ചെയ്യാൻ വീട്. പിന്നെ ഞാനൊരു വീട്ടിലാണ്, അവിടെ അത് കാട്ടി തരാം എനിക്ക് നോക്കിയ
നമ്മുടെ വീഡിയോസ് കണ്ടിരിക്കുന്ന ചേച്ചി വൈ ചേച്ചി അല്ലേ? വൈദ്യച്ച് വേറെ, പിന്നെ വേറെ ഉണ്ട് ശാന്തന്റെ പഴയ മലയാളി നെരിഞ്ഞമ്പളിക്കാരാണെന്ന് പറയുന്നത്. ശാന്തമ്മ വല്ലൂര് വന്നിട്ട് 38 കൊല്ലായിരുന്നു. ഇപ്പൊ 38 കൊല്ലത്തെ കഥകൾ എനിക്ക് ആള് പറഞ്ഞുതരും. മാസത്തിൽ ഒരു വട്ടമൊക്കെയാണ് ശാന്തമ്മ വരാറുള്ളത്. ചിലപ്പോൾ 2 വട്ടം വരും. ഒരുപാട് പണികളുള്ള ദിവസമാണെങ്കിൽ ഇപ്പോൾ നാളെ ഷൂട്ടുള്ള കാരണം കൊണ്ട് നാളെ എനിക്ക് അടിച്ചുവാരി തുടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ശാന്തമ്മനെ ഇന്ന് വിളിച്ചതാണ് കേട്ടോ. രണ്ടാമത്തെ റൂമിൽ നമുക്ക് വൃത്തിയാക്കാം. ഈ റൂമുകൾ വൃത്തിയാക്കിയിടുന്നതും കിച്ചൺ വൃത്തിയാക്കിയിടുന്നതും ഒക്കെ ഞാനാണ്. കാരണം എനിക്ക് എൻ്റെ കൈകൾ അവിടെ ചെന്നാൽ മാത്രമാണ് വൃത്തി പൂർണ്ണമാവുള്ളൂ എന്നുള്ള മിഥ്യയായൊരു ധാരണയാണോ ശരിയായ ധാരണയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതാവുമ്പോൾ ശാന്തമ്മയ്ക്ക് കുറച്ചും കൂടി ഉപകാരം, ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിലാവുമ്പോൾ ഞങ്ങൾ വേഗം പണി കഴിഞ്ഞ് ഇറങ്ങി മുറ്റമൊക്കെ ഒന്ന് അടിച്ചുവാരിയിട്ട് തരാറുണ്ട് ആള്. പിന്നെ ഡെയിലി ഇവരെ വിളിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം 700 തൊട്ട് 900 രൂപ വരെയാണ് നമുക്ക് പെർ ഡേ അവർക്ക് കൊടുക്കേണ്ടി വരാറുള്ളത്. ഇവിടുത്തെ ചേട്ടന്മാരെ കൂലിക്കണക്കാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ അലത്തുപോലത്തെ സംഭവങ്ങളൊക്കെ ഞാൻ കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിക്കും. പിന്നെ എൻ്റെ ഇടയിലൊക്കെ മറന്നുകൂടാ. എൻ്റെ ഫോൺ വയ്ക്കുന്ന കേസാണ് അത്. 2 ഫോൺ നമുക്ക് ഒരുമിച്ച് വയ്ക്കാം. പിന്നെ സ്കൂളിലെന്ന് വെച്ചാൽ ഡാൻസ് ക്ലാസ്സിലത്തെ ബുക്സുകളൊക്കെ ഉണ്ടാവും. വൈകുന്നേരം 1 മണിക്കൂർ ഇത്തിരി നേരം ഇരുന്ന് പഠിക്കും, പ്രാക്ടീസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ കുറച്ച് സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടും കേട്ടോ. ഇന്ന് മാർക്കറ്റിൽ പോയപ്പോഴുള്ള ഡ്രസ്സ് നമ്മൾക്ക് പൊതുവേ ഞാൻ ഡ്രസ്സ് 1-2 വട്ടം യൂസ് ചെയ്തിട്ടാണ് മടക്കി വയ്ക്കാറുള്ളത്. ഡാൻസ് ക്ലാസ്സിൽ പോയിട്ടല്ലാത്ത ഡ്രസ്സുകൾ, ഡാൻസ് ക്ലാസ്സിൽ ഇനി ഇപ്പോൾ യൂണിഫോം ആണല്ലോ. അപ്പോൾ ഇന്ന് പക്ഷേ മീൻ മാർക്കറ്റിൽ പോയാറുണ്ട്, അത് നമ്മൾ കഴുകാൻ വെച്ചിട്ടുണ്ട്. യൂണിഫോമൊക്കെ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുവൈറ്റിൻ്റെ ഈ ഒരു കറൻസി ഉണ്ടല്ലോ, അത് എത്ര രൂപയുടെയെന്ന് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഫൈനലി നമ്മൾ ഈ ഒരു ബെഡും നമുക്ക് വൃത്തിയാക്കി ഇടാം. എല്ലാ മാസവും പീരീഡ്സ് കഴിയുന്ന സമയത്താണ് ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ് വൃത്തിയാക്കി ഇടാറുള്ളൂ. കാരണം നമ്മൾ ഡെയിലി ഇതിൽ കിടക്കുന്നതോ അല്ലെങ്കിൽ ഡെയിലി ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു സ്ഥലമല്ലാത്ത കാരണം കൊണ്ട് മാസത്തിൽ ഒരിക്കലാണ് എനിക്ക് വൃത്തിയാക്കേണ്ടി വരാറുള്ളൂ കേട്ടോ. മിക്കതും പീരീഡ്സ് കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മളതുകൊണ്ട് മാറ്റുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഈ ഒരു ബെഡ്ഷീറ്റ് കീറിയ കാര്യം വ്യസന സമേതം അറിയിച്ചുകൊള്ളുന്നു. സാറില്ല പോട്ടെ, എന്നും എല്ലാ കാലം 4 വർഷമായി അതൊക്കെ നമ്മൾ മേടിച്ച് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ. പഴയ വീട്ടിലുള്ളപ്പോൾ തൊട്ട് യൂസ് ചെയ്ത് തുടങ്ങുന്നത് എല്ലാം കാലാകാലം യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് അതിമോഹമാണ് മോളെ എന്ന് പറയില്ലേ. എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നമ്മൾ മനുഷ്യന്മാർക്ക് പോലും ഉള്ളപ്പോൾ പിന്നെയാണോ ഈ തുണിത്തരങ്ങൾക്ക് എന്ന്. പക്ഷെ ഞാനൊക്കെ സൂക്ഷിച്ചു വയ്ക്കും കേട്ടോ. എന്നിട്ടത് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവുമെന്ന് ചോദിച്ചാൽ എനിക്കത് എന്തോരോ നൊസ്റ്റാൾജിയാണ്. വേറെ ആരെങ്കിലും തുണികളൊക്കെ കൊടുത്തിട്ട് കണ്ട രീതിയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ തോന്നും ഞാൻ എത്രമാത്രം സൂക്ഷിച്ചതാന്നുള്ള തോന്നും. അതുകൊണ്ട് ഞാൻ എൻ്റെ കൺമുമ്പിൽ ആർക്കും ഡ്രസ്സുകൾ കൊടുക്കാറേ ഇല്ല. പിന്നെ കുഞ്ഞിനും ചേച്ചിയാണ് കൂടുതൽ ഇടാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ ബെഡ്ഷീറ്റ് ഒരുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ശാന്തമ്മ എന്നോട് വിശേഷങ്ങളൊക്കെ വന്നിരുന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റിൻ്റെ കവർ മാത്രമല്ല, ഈ നമ്മുടെ പില്ലോ കവറും അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ്. അപ്പോൾ ആളിങ്ങനെ വല്ലപ്പോഴൊക്കെ വന്ന് കുറച്ച് നേരം ഹെൽപ്പ് ചെയ്യുന്ന കാരണം കൊണ്ട് എനിക്ക് ഡീപ്പ് ക്ലീനിങ് ശാന്തമ്മ വരുന്ന സമയത്ത് മാത്രം ചെയ്യാനാണ് ഇഷ്ടം. അതാണ് ഞാൻ കുറച്ച് ക്ലീനിങ് വീഡിയോസ് ഒഴിവാക്കുന്നത് കേട്ടോ. മാസത്തിൽ ഒരിക്കലൊക്കെ ചെയ്തു പോകുന്ന കാരണം കൊണ്ടാണ് നമ്മുടെ വീട് ഇത്രയും ഭംഗിയിൽ കിടക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ശാന്തമ്മേരെ ഹെൽപ്പ് ഒരുപാടുണ്ട് കേട്ടോ അതിൽ. അങ്ങനെ എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി പുറത്തേക്ക് ഇറങ്ങാം. കിച്ചണൊക്കെ ഞാൻ വൈകുന്നേരം ക്ലീൻ ചെയ്യുള്ളൂ കേട്ടോ. ശാന്തമ്മ പോയതിന് ശേഷം അതെനിക്ക് തന്നെ ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. 5 മണിയാകുമ്പോൾ ശാന്തമ്മ പോവും. അതിന് ശേഷം നമ്മൾ നമ്മുടേതായ ലോകത്തേക്ക് വരും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഭാഗ്യം ഇങ്ങനെ വന്ന് കിടക്കുന്ന സീൻ, പിന്നെ ഞാൻ ജസ്റ്റ് ഭാഗ്യം കാണാതെ ഷൂട്ട് ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചെടി അലുത്തുപോലത്തെ പരിപാടികളൊക്കെ നടാനായിട്ട് ചേട്ടന്മാർ എനിക്ക് മണ്ണ് നിറച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വഴുതനങ്ങത്തെ, ചീരത്തെ, വെണ്ടത്തെ, ചോപ്പ, പച്ച, നീല ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് വാടിയും തുടങ്ങി കുറച്ചേശ്ശെ. ഇനിയിപ്പോൾ വൈകിക്കേണ്ട, അത് നേരെ മണ്ണിലേക്ക് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചോപ്പച്ചീര ഇത്രയും നേരം നിങ്ങൾ കാലത്ത് കണ്ടു ഞാൻ പച്ചച്ചീര കാട് പോലെ നിൽക്കണത്. പക്ഷേ ഒരു ചോപ്പച്ചീരയുടെ ഒരു കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? ഇല്ല എന്ന് പറയും നിങ്ങളിപ്പോൾ. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, എൻ്റേതായ കൃഷി എൻ്റെ കൈ കൊണ്ട് നട്ട് നനച്ച ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതിൻ്റെ പേരിലാണ് ഇതൊക്കെ മേടിച്ചു കൊണ്ട് വന്നിക്കണതും നട്ടുവെക്കണത് കേട്ടോ. തക്കാളി തൈയൊക്കെ നന്നായി വലുതായിടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ടത്. അങ്ങനെ രമേശ് ചേട്ടനും ആ ചേട്ടനും കൂടി എനിക്ക് ഗ്രോ ബാഗൊക്കെ നിറച്ച് തന്നു. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ള തൈകളൊക്കെ നമുക്ക് നടാം. മണ്ണുത്തിയിൽ നിന്നാണ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. 2 രൂപയ്ക്കാണ് ഓരോ തൈകൾക്ക് വരെ. ഓരോ തൈകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചീരത്തൈ ഇങ്ങനെ കൂട്ടായിട്ടാണ്. അതൊരു ഒരു ബണ്ടിലിനാണ് 2 രൂപ കേട്ടോ. ചിലപ്പോൾ നമുക്ക് 1 രൂപയ്ക്കൊക്കെ കിട്ടും. ഇവിടെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ തൈകളുടെ വലുപ്പം കൂടുമ്പോൾ അതിൻ്റെ വില കുറയലാണ് പതിവ്. കാരണം എപ്പോഴും തൈകൾ വളരെ ചെറുപ്പത്തിലെ 2 ഇല വിരിയുമ്പോൾ നമ്മൾ മാറ്റി നടുന്നതാണ് ഉത്തമം എന്നാണ് ഭാഗ്യനും കൃഷിക്കാരും
പുള്ളിക്കാരൊക്കെ പറയുന്നത്. അങ്ങനെ എല്ലാ കവറിലും ഞാൻ നമ്മുടെ വെണ്ടക്കായ, അതുപോലെ തന്നെ വഴുതനങ്ങ, ഉണ്ട വഴുതനങ്ങ, നീളൻ വഴുതനങ്ങ, വയലറ്റ് വഴുതനങ്ങ, വഴുതനങ്ങ വെള്ള, വഴുതനങ്ങ മുട്ട എന്നൊക്കെ പറഞ്ഞ് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ശ്രീകുട്ടൻ ദാ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് രാത്രിയായി. നട്ടാ നനയ്ക്കണ്ടായി. അങ്ങനെ നനയും കഴിഞ്ഞു. എൻ്റെ ജെറേനിയത്തുമ്പോൾ പൂട്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നതാണ് കേട്ടോ. വേറൊരു മുട്ടുണ്ട്. പിന്നെ ഇതാ ഇത് പൂവാറായി. പക്ഷേ ഇവിടെ ഇതാ ഇതൊരു മുട്ടായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ പുന്നാര മകനിരുന്ന് ഇതാ പോളിഷ് ചെയ്യുന്നു. ഹീ ഈസ് പോളിഷിങ് ഹിസ് ഷൂസ് ആൻഡ് ഭാഗ്യൻ ഈസ് ഗോയിങ് ഫോർ കൃഷ്ണേട്ടൻ്റെ കട. പുന്നാര ഭാഗ്യൻ വന്നിട്ടുണ്ട്. കട പോലെ കൃഷ്ണേട്ടൻ്റെ ഞാൻ കൃഷ്ണേട്ട ഭാഗ്യന് വലിയൊരു ട്രാജഡി സംഭവിച്ചു. ക്യാമറ അപ്പോൾ എൻ്റെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ നനഞ്ഞ് പിണ്ടിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടാ. ശ്രീകുട്ടൻ്റെ ഭക്ഷണം കൊടുക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കുട്ടി വ്ളോഗായിരുന്നു. നമ്മുടെ തൃശ്ശൂർ മാർക്കറ്റ് നിങ്ങൾ കണ്ടില്ലേ? പൂ മാർക്കറ്റ് അല്ലേ ചേട്ടാ? മീൻ മാർക്കറ്റ്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരണമെന്ന് കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അതിലുപരി അതൊന്ന് കാണണം എൻ്റെ വലിയ ആഗ്രഹം. നമ്മള് പോയപ്പോ തീരെ തിരക്കില്ലാത്ത സമയാ. തിരക്കുള്ള സമയത്ത് പോയാൽ പിന്നെ നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സാഹചര്യമല്ല. മീൻ മാർക്കറ്റ് ഇതെല്ലാ ചേട്ടന്മാരോട് നമ്മളോട് നല്ല കോപ്പറേറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല പെരുമാറ്റമായിരുന്നു. അങ്ങനെ നമ്മള് പോയപ്പോ ആ ടൈമില് രാവിലത്തെ എങ്ങനെയാണ് നമുക്ക് അറിയില്ല. പലതരത്തിലുള്ള ആളുകളല്ലേ. നമ്മൾ പോയ സമയം എന്ന് പറയുന്നത് ഒരു 2 മണിയൊക്കെ നേരമൊക്കെയാണ് തോന്നുന്നു. അപ്പോൾ എൻ്റെ ജെറേനിയം പൂക്കളോടെ കൂടെ ഇന്നത്തെ ദിവസം നമ്മൾ വിട പറയുകയാണ്. ഞാൻ ആകെ ടയേർഡാണ്. സോറി. ഷൂ പോളിഷ് ചെയ്യുന്ന ദേവാനന്ദ് ഭാഗ്യരാജിനോടൊപ്പം, ക്യാമറാമാൻ ഭാഗ്യരാജിനോടൊപ്പം ശ്രീജ ഭാഗ്യരാജ്. ടാറ്റാ. അയ്യോ പോവല്ലേന്ന് ഞാൻ. കുറച്ച് പണിയും കൂടി ഉണ്ടെന്ന്. ഒരു ദിവസം ഫുള്ളാവണമെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരണ്ടേ. നമ്മൾ മാറ്റിയ ബെഡ്ഷീറ്റ്, അതുപോലെ തന്നെ ബ്ലാങ്കറ്റ് ഐറ്റംസ് ഒക്കെ, മണിക്ക് ചോറ് കൊടുക്കൽ, ശ്രീകുട്ടന് ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഒരു ചക്ക മുറിച്ചത്. ചക്ക വിവിധ ഭാഗങ്ങളായിട്ട് ശാന്തമ്മ ഇളയമ്മ ടീമുകളൊക്കെ കൊണ്ടുപോയിന്നുണ്ടെങ്കിലും ബാക്കിയുള്ളത് ഞാൻ ശ്രീകുട്ടനെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശ്രീകുട്ടന് ചക്ക. അങ്ങനെ ചക്കയൊക്കെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഭാഗ്യം പറഞ്ഞത്, ഭാഗ്യനി ഈ പാതിരാത്രിക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ കയറുന്നേക്കാളും മുന്നേ മൈദ, അതുപോലെ തന്നെ നമ്മുടെ മുട്ടയൊക്കെ ഇട്ടിട്ട് ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ദോശയുണ്ട്, എൻ്റെ ഒരു സ്പെഷ്യൽ ദോശ, അത് വേണമെന്ന്. അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തു. കുറേ വഴക്കൊക്കെ പറയൂ കേട്ടോ ഞാൻ. ഭാഗ്യ നിങ്ങൾക്ക് കണ്ണി ചോരയുണ്ടോ, ഞാൻ ഇത്ര നേരം ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത് കണ്ടില്ലേ, എനിക്കിനി കിച്ചൺ വൃത്തിയാക്കാൻ ബാക്കിയുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നാൽ എനിക്ക് ഒരാളൊരു കാര്യം ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ട് നോ പറയാൻ ഭയങ്കര മടിയാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നോ പറയാൻ മടിയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ പണിയെടുത്ത് മരിക്കും, സഫർ ചെയ്ത് മരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. പക്ഷെ എല്ലാവരോടും ഇല്ല, നമ്മൾ സ്നേഹമുള്ളവരോട് മാത്രം. പക്ഷെ സ്നേഹമുള്ളവരായാലും നമ്മുടെ മനസ്സിലാക്കണ്ടേ. അപ്പോൾ അത് കണ്ടറിഞ്ഞ് നിൽക്കാൻ നിങ്ങളും പഠിക്കണം കേട്ടോ. എൻ്റെ പോലെ ആവരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നമ്മളൊരു ചോപ്പിംഗ് ബോർഡ് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി നമ്മൾ മേടിച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും വലിയ വലിയ പെട്ടികളാക്കിയിട്ട് എൻ്റെ ഖജനാവിൻ്റെ ഉള്ളിലേക്ക് തള്ളാൻ പോവുകയാണ്. അങ്ങനെ ആ ജനലടക്കലോടുകൂടി നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ദിവസങ്ങളൊക്കെ മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെയാണ് പോവാറുള്ളത്. നാളെ നമുക്ക് അടിപൊളി ദിവസത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുക. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.